ദേവുട്ടി വാവ ഇവിടെ നോക്ക്. ഏകദേശം ഒരു 100 വർഷത്തിന് മേൽ പഴക്കം വരുന്ന ഒരു മരമാണിത് കേട്ടോ. പട്ടുകൂറ്റൻ മരമാണ്. ഇതിൻ്റെ അടിവശത്തെ വണ്ണം തന്നെ കണ്ടോ, ഭയങ്കര വണ്ണമുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു 20 അടിക്ക് മുകളിലാണ്. 20 അടിയൊന്നും അല്ല, അതിൻ്റെ മുകളിലാണ്. ഒരു ഉദ്ദേശം പറയുന്നതേ ഉള്ളൂ. ചില്ലകൾ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഹൈറ്റ് പൂർണ്ണമായിട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഈ മരം എത്ര അടി ഹൈറ്റ് ഉണ്ടെങ്കിലും എത്ര വണ്ണം ഉണ്ടെങ്കിലും ഇതൊരു പാഴ്മരമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ തടി കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇത് വിറകിന് മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാൻ കൊള്ളു. പക്ഷെ ഇതിന് വിലയില്ല. അപ്പോൾ ഈ മരത്തിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതിൻ്റെ ഇല കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഇല, കണ്ടോ. ഈ മരത്തിൻ്റെ പേര് അറിയാവുന്നവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ, അല്ലെങ്കിൽ പരിസരത്തുണ്ടോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ, എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യും. പക്ഷെ ഇതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്. ഇതിൻ്റെ പരിപ്പ് നല്ല ടേസ്റ്റാണ്. അതായത് ഇതൊരു എന്താ പറയുക, നമ്മുടെ കശുവണ്ടി പോലെ പരിപ്പ്, നല്ല ടേസ്റ്റായൊരു പരിപ്പാണ്. ഹലോ, പറയൂ. ആ, ഓക്കെ. അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടോ. ആ, ശരി പോയിക്കും. കോള് കയറി വന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ പരിപ്പ് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ പരിപ്പ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരവധി അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ആ പരിപ്പ് കൊണ്ട് നിരവധി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു പരിപ്പാണ്. പക്ഷേ ഇതിൻ്റെ മരം അത് പാഴ്മരമാണ്. പാഴ്മരം എന്ന് വെച്ചാൽ നമുക്കിതുകൊണ്ട് വലിയ വില കിട്ടുകയോ അല്ലെങ്കിൽ വലിയ വീടിന് ഡോറുണ്ടാക്കാനോ അല്ലെങ്കിൽ ജനലുണ്ടാക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. കട്ടിലുണ്ടാക്കാനൊന്നും പറ്റില്ല. ഇതൊരു പാഴ്മരമാണ്. ഇത് ഉറഞ്ഞു പോകും പെട്ടെന്ന് ഈ തടി. അധികം ബലമില്ലാത്ത ഒരു തടിയാണ്, ഉറഞ്ഞു പോവും, പാഴ്മരമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിറകിനെടുക്കാം, അതുപോലെ തന്നെ എന്തെങ്കിലും തട്ടടിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം. ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതായത് നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു മരമല്ല ഇത്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ, ഇതിൻ്റെ കായിൽ നിന്നുള്ള പരിപ്പ് നല്ലൊരു ടേസ്റ്റാണ്. പലയിടത്തും പല പേരാണ് ഈ മരത്തിന്, കായ്ക്കൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഈ മരം നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ വീട്ടിലോ ഉണ്ടെങ്കിലും പറയുക. അതിൻ്റെ എല്ലാം ഞാനൊന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ. എൻ്റെ ഒരു കണക്കൂട്ടിലാണ് ഏകദേശം ഒരു 100 വർഷത്തിന് മേൽ പഴക്കം ഉണ്ടാകണം. കാര്യം ഇത് പട്ടുകൂറ്റനൊരു മരമാണ്. അതിൻ്റെ വേരുകൾ ഒക്കെ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന നമുക്ക് കാണാം, താഴെ മുതൽ കാണാം. മരത്തിന് ഇത്രയധികം വണ്ണമുണ്ട്. അപ്പോൾ അതിന് മേൽ പഴക്കം വരാനുള്ളൊരു സാധ്യത തന്നെയാണ് ഇതിനുള്ളത്. കാണാൻ കാഴ്ചയിലൊക്കെ പട്ടുകൂറ്റനാണ്. അതിൻ്റെ ശിഖരം നമുക്കവിടെ അതങ്ങനെ ഈ ശിഖരങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ കാണാൻ പറ്റാത്തത്. കണ്ടോ.
ഒരു തണൽ മരവും കൂടിയാണ്. ഇത് നിൽക്കുന്നിടത്ത് നല്ല തണലും പിന്നെ കാറ്റും, അതായത് കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ ഇളകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നോക്കിയാൽ. അപ്പോൾ അതിലൂടെ നല്ലൊരു കാറ്റ് നമുക്ക് എപ്പോഴും ഇവിടെ ഉണ്ടാവും. ഒരു നല്ലൊരു തണൽ മരവും കൂടിയാണ്. അതൊക്കെയാണ് ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതൊക്കെയാണ്. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂട്ടെ, എന്താണ് ഈ മരത്തിൻ്റെ പേര് എന്നുള്ളതാണ് നമുക്ക് കമൻറ്റ് ചെയ്യാനുള്ളത്. അതേപോലെ അതിൽ നിന്നുള്ള പരിപ്പ് അത് എന്തും ആണ് എന്നുള്ളതും കൂടി ഒന്ന് പറയൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പരിപ്പാണത്. ആ ഇല ഞാൻ ഒന്നുകൂടി കാണിച്ചത്. ഇതാണ് ഇല, കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അതിൻ്റെ ഇല. ഓക്കെ.